ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇത് ഇന്നും നാളെയും വരുന്ന വിശേഷമല്ല, വരാനിരിക്കുന്ന വിശേഷമാണ്. ഇന്നത്തെ ഫുൾ വിശേഷവും നാളെ വരാനിരിക്കുന്ന പ്രൊമോ വിശേഷവും നമ്മൾ മെയിൻ ചാനലിലാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല, നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലേ. അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ ഇപ്പോഴും ജാനകിയുടെ ആ ഒരു വിശ്വാസം പിടിച്ചു പറ്റി തന്നെയാണ് നിൽക്കുന്നത്. ജാനകിക്ക് ഭയങ്കര വിശ്വാസമാണ് അനാമികയെ. തനിക്ക് കിട്ടിയ മരുമകൾ പെർഫെക്റ്റ് ആണ് എന്നുള്ള ആ ഒരു വിചാരവും ആ ഒരു അഹങ്കാരവും ഒക്കെ എപ്പോഴും നമ്മുടെ ജാനകിക്കുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പൊതുവെ മാറാൻ പോവുകയാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ അനാമികയുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൂറുമാറ്റവും കള്ളത്തരം പറച്ചിലും അപ്പോൾ കുറേ ആകുമ്പോഴത്തേക്കും ആർക്കാണെങ്കിലും മനസ്സിലാവുമല്ലോ, പറയുന്നതൊക്കെ കള്ളമാണ് എന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ജാനകി വിശ്വസിച്ചിരുന്നു തൻ്റെ മരുമകൾ തനിക്ക് പ്രിയപ്പെട്ടതാണ്, തൻ്റെ മരുമകൾ ഒരു എന്താ പറയുക, നമ്മുടെ അനിക്ക് യോജ്യമായൊരു ഭാര്യ തന്നെയാണ്. അനി കാരണമാണ് നമ്മുടെ അനാമിക ഇങ്ങനെയൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കുകയും വീട്ടിൽ പോയി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചിന്താഗതി നമ്മുടെ ജാനകിക്ക് ഉണ്ടാവുകയാണ്. അത് വേറെ എങ്ങനെയുമല്ല ഉണ്ടാകുന്നത്, നമ്മുടെ ജാനകി നേരിട്ട് കാണുകയാണെല്ലാം. അപ്പം അനാമിക ആരാണെന്നും അനാമിക എന്തിനാണ് അനന്തപുരി തറവാട്ടിൽ വന്നത് എന്നും നമ്മുടെ ജാനകി തിരിച്ചറിയാൻ പോകുന്ന കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി പണവും അതുപോലെ തന്നെ പല പല കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി ഏകദേശം കടങ്ങളൊക്കെ തീരാറായി വരികയാണ് നമ്മുടെ അനാമികയുടേത്. പക്ഷെ ഒരു സൈഡിൽ നിന്ന് വേണു കടം മേടിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അനാമികയ്ക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്, ഇനിയിപ്പോൾ അച്ഛന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊന്നും കാണുകയില്ലല്ലോ. അപ്പോൾ അച്ഛന് കൊടുക്കണ്ട, ഇനിയിപ്പോൾ അച്ഛന് കൊടുക്കേണ്ട കാര്യമില്ല, അച്ഛൻ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അച്ഛൻ ഇനി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർത്തിട്ട് എന്താ ചെയ്യുന്നത്, നമ്മുടെ അനാമിക സ്വന്തമായിട്ട് എല്ലാം അടിച്ചു മാറ്റി സ്വരൂപീകരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രേവതി അനാമികേനെ വിളിക്കുകയും അനാമികയോട് മോളെ കുറച്ച് പൈസയൊക്കെ വേണം, നീ അച്ഛനെ എന്താ ഇപ്പോൾ മൈൻഡ് ചെയ്യാത്തത്, നിന്റെ അച്ഛൻ്റെ അവസ്ഥ നിനക്കറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് പൈസയ്ക്കായിട്ട് വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി ഇത് കേൾക്കുകയാണ് കേട്ടോ. അപ്പം ജാനകി പെട്ടെന്ന് ഒരു ജ്യൂസുമായിട്ട് കയറി വരുമ്പോഴാണ് നമ്മുടെ അനാമികയുടെ സംസാരം കേൾക്കുന്നത്. അങ്ങനെ അനാമിക രേവതിയോട് ഫോണിൽ കൂടെ പറയാണ്, എന്താ അമ്മ ഇത്, ഒരു പരിധിയില്ലേ, ഞാൻ എത്ര മാത്രം അടിച്ചു മാറ്റി ഇവിടെ നിന്ന് കൊടുത്തിട്ടുള്ളത് അച്ഛൻ എന്തിനാ വീണ്ടും ഇങ്ങനെ ദൂർത്തടിക്കുന്നത്, അച്ഛനോട് പറയാ ഇനിയെങ്കിലും ദൂർത്തടിക്കാതെ ജീവിക്കാന്, അത് പിന്നെ മോൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ, എനിക്ക് വേണ്ടി എന്താ നിങ്ങൾ ചെയ്തിട്ടുള്ളത്, പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഓരോന്ന് ചെയ്യുന്നത്, അച്ഛനുണ്ടാക്കി വെച്ച ഓരോ കടങ്ങളും വീട്ടാനായിട്ട് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുന്നതല്ലേ, എന്ത് ചെയ്യാനാ, പിന്നെ കിട്ടിയവനൊരു പൊട്ടനായി പോയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം, പിന്നെ അറിയാലോ എൻ്റെ അമ്മായിയമ്മയുടെ സാമ്പത്തികം എന്താണെന്ന്, ഒരു വകയും ഗതിയില്ലാത്ത വീട്ടിൽ നിന്നാ എൻ്റെ അമ്മായിയമ്മ കയറി വന്നിരിക്കുന്നത്, പിന്നെ ഇവിടത്തെ വല്യമ്മ മാത്രമാണ് കുറച്ച് പണമുള്ള വീട്ടിൽ നിന്ന് കയറി വന്നത്, അവിടുത്തെ മരുമകളായാൽ മതിയായിരുന്നു, വല്യമ്മയുടെ മരുമകളായാൽ മതിയായിരുന്നു, എന്ത് ചെയ്യാനാ. ഇനിയിപ്പം ജാനകി, അതായത് എൻ്റെ അമ്മായിയമ്മേനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് എനിക്കൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല, ആ തള്ളയുടെ കയ്യിലൊരു കോപ്പുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം ഇതൊക്കെ ജാനകി കേൾക്കുകയാണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല, തൻ്റെ കണ്ണുകൾക്കും കാതുകൾക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ജാനകി. ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതെന്താ അനാമിക മോളി പറയുന്നത് എന്നോർത്ത് സത്യം പറഞ്ഞ് ഞുള്ളി വരെ നോക്കുകയാണ് ഇതൊക്കെ സത്യമാണെന്ന്. അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ രേവതി അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നിനക്കൊരു കാര്യം ചെയ്യത്തില്ലേ, ഇനി സ്വർണ്ണമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടോ എന്ന് നോക്കത്തില്ലേ നിനക്ക്, നിന്റെ വല്യമ്മയുടെ റൂമിൽ കയറി എന്ന് ചോദിച്ചപ്പോൾ വല്യമ്മയുടെ റൂമിൽ കയറി സ്വർണം എടുക്കാം, പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, 100 പവൻ സ്വർണം തന്നു, അതെന്തിയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും, ഓരോന്നായി ഞാൻ അച്ഛന് കൊടുത്തു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ, എന്നിട്ട് അതിന് പകരമായി കുറേ മുക്കുപണ്ടമാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ എടുത്ത് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ജാനകിക്ക് കാര്യം പിടികിട്ടി, അപ്പം നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേടി, ഇത്രയും നാൾ നയനയും നബിയും ഒന്നും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല, അപ്പം നീ ഈ വീട്ടിലേക്ക് കയറി വന്നത് വെറും സ്വത്തും പണവും ഒക്കെ ആഗ്രഹിച്ചിട്ടായിരുന്നല്ലേ, എനിക്കിപ്പോഴാടി ഈ മുഖം മൂടി മനസ്സിലായത്, നീ ഇത്രയും നാളും എൻ്റെ മുമ്പിൽ അഭിനയിക്കുകയായിരുന്നല്ലേ, എനിക്ക് കിട്ടിയ മരുമകള് നല്ല മരുമകളാണെന്നും
അതുപോലെ തന്നെ നയനെയും നവ്യനേക്കാളും എന്തുകൊണ്ടും യോഗ്യതയുള്ള മരുമകളാണ് ഈ ഒരു തറവാട്ടിലേക്ക് കയറി വന്നതെന്നും ഒക്കെ ഞാൻ അഹങ്കരിച്ചത് വെറുതെ ആയി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നയനല്ല സോറി അനാമിക അടുത്ത കാര്യം പറയുന്നത്. അത് പിന്നെ അമ്മേ, നമ്മൾ പാലിൽ വിഷം കലർത്തി കൊടുത്തില്ലേ, അന്ന് ആ സ്ത്രീ ചാവുമായിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയേനെ. ഇതിപ്പം എന്ത് ചെയ്യാനാ, ആ സ്ത്രീ ചത്തുമില്ല, നയനോടുള്ള സ്നേഹം കൂടുകയും ചെയ്തു. ഓ, ആ സ്ത്രീ ആകെ പാടെ മാറിപ്പോയി. അതും നമുക്ക് വിനിയായിട്ടാണല്ലോ വന്നത്. അപ്പൊ ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ വിഷം കൊടുത്തത് അപ്പം അപ്പം അത് അനാമികയായിരുന്നു എന്നിങ്ങനെ പതിയെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. ആകപ്പാടെ മൊത്തം കൺട്രോളും പോവുകയാണ് നമ്മുടെ ജാനകിയുടെ. ഒരു നിമിഷം കൊണ്ട് താൻ നിശ്ചലമായി പോയൊരവസ്ഥയായിപ്പോയി. അവിടെ നിന്ന് ഇതെല്ലാം കേട്ടിട്ട് നേരെ ചെല്ലുന്നത് ഹോളിലേക്ക്. അവിടെ നമ്മുടെ നയനി ഇരിക്കുകയാണ്. അപ്പൊ നയനി ഓരോ ഡിസൈൻ അങ്ങാണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നയനെ ഇങ്ങനെ നോക്കുക. ദേവയാനി നയനെ നോക്കിയിട്ട്, ഞാൻ ഇത്രയും നാളും മോളെ വെറുത്തത് വെറുതെയാണല്ലോ. മോളുടെ ഭാഗത്ത് നിന്നും ഒരു തെറ്റും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് അനാമികയെ വിശ്വസിച്ചത്, അവളെ ഞാൻ ചേർത്ത് പിടിച്ചത് എൻ്റെ മരുമകളായതുകൊണ്ടല്ലേ. എന്നിട്ട് എൻ്റെ മകനെ അവള് പൊട്ടനാക്കി, വെറും പൊട്ടൻ. അപ്പൊ എൻ്റെ മകനോട് അവക്കൊരു സ്നേഹവും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ജാനകി നിൽക്കുന്നത് കണ്ടിട്ട്, എന്ത് പറ്റി ഇളയമ്മ, എന്താ പറ്റിയത്, എന്താ മുഖത്ത് എന്തോ ഒരു വിഷമം പോലെ, എന്താ ചിന്തിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല മോളേന്ന് പറഞ്ഞു. അപ്പൊ മോളേന്ന്, അപ്പം കുറെ നാളായല്ലോ നമ്മുടെ ജാനകി മോളേന്നും ഒക്കെ വിളിച്ചിട്ട്, നയനമോളേന്നൊക്കെ വിളിക്കാറില്ലല്ലോ ഇപ്പം. അപ്പൊ മോളേന്ന് വിളിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നയനയ്ക്കൊരു ഇത്, മോളോ, ഇത്രയും നാളെ എന്നെ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നല്ലോ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ് ജാനകി. ആ മോളേന്ന് വിളിച്ച വിളിയൊന്നും ഓർക്കാതെ നേരെ റൂമിനകത്തേക്ക് കയറി ചെന്നിട്ട് ഭയങ്കര വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും, ഇത് ആരോട് പറയും, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആരെങ്കിലും അംഗീകരിക്കുമോ? മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നയനയെ സ്നേഹിച്ചപ്പം ഞാൻ വിചാരിച്ചത് എനിക്കതെന്താ എനിക്ക് മനസ്സിലാകാത്തത് എന്നൊക്കെ ഇങ്ങനെ തന്നെയും പിന്നെയും പിച്ചും പേയും ഒക്കെ ഇങ്ങനെ പറയണം. അപ്പൊ പെട്ടെന്ന് അനി അങ്ങോട്ടേക്ക് കയറി വന്നു. അനി കയറി വന്നത്, അമ്മ എന്തേ തന്നെ ഇരുന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ മോനെ ഒന്നുമില്ലാന്ന് പറഞ്ഞു. അല്ല, എന്തോ ഉണ്ടല്ലോ, അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഹേയ്, ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അനാമികയുടെ കള്ളഗർഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനാമിക കള്ളത്തരത്തിൽ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നത് അവിടെ ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ജാനകി വിചാരിക്കുന്ന, ഗർഭിണിയായ നമ്മുടെ അനാമിക ഇനി അവിടുന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല, തൻ്റെ മോൻ്റെ ജീവിതം പോയല്ലോ, ഇനിയിപ്പം ഇവനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയിൽ നിന്നും മറച്ചു വെക്കുകയാണ്. പക്ഷെ അനിക്കെല്ലാം അറിയാം. അനിക്ക് സ്വാഭാവികമായിട്ടും തന്നെ അനാമിക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അനിയുടെ വിചാരം അനിയെ കബളിപ്പിച്ചിട്ട്, അതായത് ഇവരെന്തോ ഇടയ്ക്കൊരു മയക്കുപൊടിയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പൊ അന്ന് കിടന്ന് ഉറങ്ങിപ്പോവുകയും അന്ന് രാത്രി കുറെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവര് അറിഞ്ഞോട്ടെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഒരു കള്ളഗർഭം അവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ അനാമികയെ ഒന്നും പറയാനോ പറ്റില്ലാത്തൊരവസ്ഥ. തൻ്റെ കുഞ്ഞാണല്ലോ വയറ്റിൽ വളരുന്നത് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ട്. നല്ലൊരു മനുഷ്യനാണ്. അപ്പം തൻ്റെ കുഞ്ഞാണല്ലോ, അനാമികയുടെ താൻ അറിയാതെ ആണെങ്കിൽ പോലും ഒരു രാത്രി അത് സംഭവിച്ചു പോയല്ലോ എന്ന ആ ഒരു ചിന്തയാണ് നമ്മുടെ അനിക്ക് അനാമികനെ അവിടെ പിടിച്ചു നിർത്താനുള്ള ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 7 പണ്ടേ അനി തട്ടി എറിഞ്ഞ് ദൂരെ കളഞ്ഞേനെ. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ ദേവയാനി എന്തോ പറയാൻ വേണ്ടി അകത്തേക്ക് കയറി വരികയാണ്. അങ്ങനെ ദേവയാനി കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പൊട്ടിക്കരയുക. ദേവയാനിയുടെ അടുത്ത് പൊട്ടിക്കരഞ്ഞിട്ട്, തെറ്റുപറ്റിപ്പോയി, ഇതെനിക്ക് ഏടത്തിയോടല്ലാതെ വേറെ ആരോടും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാന്ന് പറഞ്ഞു. എന്ത് പറ്റി, എന്താ ജാനകി നിനക്ക് പറ്റിയത്, നീ എന്തിനിങ്ങനെ അപ്സെറ്റ് ആകുന്നത്, നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ വേറെ ഒന്നുമല്ല ഏടത്തി, ഈ വിവരം ആരോടും പറയരുത്. ഇല്ല, ഞാൻ ആരോടും ഈ വിവരം പറയില്ല. നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുമോ? സോൾവ് ചെയ്യാലോ നമുക്ക് എന്താണെങ്കിലും. അത് പിന്നെ വേറൊന്നുമല്ല, ഞാൻ പൊന്നുപോലെ സ്നേഹിച്ച എൻ്റെ മരുമകളില്ലേ, അവളുണ്ടല്ലോ, ആരാണെന്നറിയാമോ? അവളെ ഈ കുടുംബത്തിന് നല്ലതിന് വേണ്ടിയല്ല ഇവിടെ നിൽക്കുന്നത്. അവൾ ഈ കുടുംബം മുടിക്കാൻ കയറി വന്നവളാണ്. അത് ഞാനിന്ന് അറിഞ്ഞു. അവളുടെ തനി നിറം ഞാനിന്ന് നേരിൽ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദേവയാനി ഒരു കൂസലും ഇല്ലാതെ ഇത് കേട്ടോണ്ട് നിൽക്കുക. ദേവയാനി പറഞ്ഞു, ഇതിനിപ്പോൾ എന്താ അതിശയിക്കാനിരിക്കുന്നത്? അല്ല, ഏടത്തിക്ക് അതിശയമൊന്നും തോന്നുന്നില്ലേ? നമ്മളൊക്കെ അവളെ കൈവെള്ളയിൽ കൊണ്ട് നടന്നതല്ലേ. ഞാനാണെങ്കിൽ നയനമോളെയും നവ്യമോളെയും ഒക്കെ തള്ളി മാറ്റിയിട്ട് എനിക്ക് കയറി വന്ന എൻ്റെ മരുമകൾ പെർഫെക്റ്റ് ആണെന്നും അവൾ നല്ലൊരു കുടുംബത്തിനാ കയറി വന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ച് ഒരുപാട് സന്തോഷിച്ചതല്ലേ, അഹങ്കരിച്ചതല്ലേ, നയനമോളെ തള്ളി പറഞ്ഞതല്ലേ ഏടത്തി.
ഒരിക്കലും ഒരിക്കലും നയനയെ തള്ളി പറയാൻ പാടില്ല. അപ്പൊ ജാനകി ചോദിക്കുകയാണ്, എന്താ ഏടത്തി ഞെട്ടാത്തത്? ഏടത്തിക്ക് എന്ത് പറ്റിയത്? ഏടത്തി ഇത് കേട്ടിട്ട് എന്താ അതിശയിക്കാത്തത്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഏടത്തിക്ക് ഇതെല്ലാം നേരത്തെ അറിയായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ജാനകി, നീയേ നിനക്ക് ഈ ഒരു തിരിച്ചറിവ് വരേണ്ടത് ഇന്നോ ഒന്നും അല്ലായിരുന്നു. ഇതിനു മുമ്പ് ഒരുപാട് സമയങ്ങൾ നിനക്കുണ്ടായിരുന്നു. പക്ഷെ നീ അപ്പോഴും നിനക്ക് കിട്ടിയ നിന്റെ മരുമകളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് അഭിമാനിച്ചു, ഒരുപാട് അഹങ്കരിച്ചു. അതിൻ്റെയാ നീ ഇപ്പം അനുഭവിക്കുന്നത്. അവളുണ്ടല്ലോ, അവൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തപുരി തറവാട്ടിനിൽ കയറി വന്ന കാലന് തുല്യമാണ്. അവൾ ഈ വീട്ടിൽ എന്ന് കയറി വന്നോ അന്നു മുതലാണ് ഈ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ നാശമുണ്ടായി തുടങ്ങിയത്. നിനക്കറിയാലോ. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അന്നു മുതൽ നീ ഒന്ന് ബാക്കിലേക്ക് ചിന്തിച്ചു നോക്ക്. ഈ കുടുംബത്തിന്റെ സമാധാനം നവ്യയും നയനയും വന്നപ്പോഴാണോ നഷ്ടപ്പെട്ടത്, അതോ അനാമിക വന്ന അന്നു മുതലാണോ നഷ്ടപ്പെട്ടത്? നീ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്ക് എന്നിങ്ങനെ പറയാ. ഞാൻ വെറുത്തപ്പോഴും നീ നയനയെ സ്നേഹിച്ച കാലം ഉണ്ടായിരുന്നു. അതും നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ ഒരേ ഒരു കാരണത്താൽ മാത്രമാണ് നയനയെ വെറുത്തത്. അത് നിന്റെ മകനും നിന്റെ ഇപ്പോഴത്തെ മരുമകളും കാരണം അല്ലേ? അതും നന്ദു ഈ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല, അത് കാരണം. അതൊക്കെ കാരണമല്ലേ നീ നയനയെ വെറുത്തത്? പിന്നെ വേറെ എന്ത് കുറ്റമാണ് നയനയിൽ നമുക്ക് കണ്ടെത്താനുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ ജാനകി നിൽക്കുകയാണ്. അപ്പം ദേവയാനിക്ക് ഇതൊക്കെ മനസ്സിലാകുകയും ദേവയാനി നയനയെ സ്നേഹിച്ച് തുടങ്ങുന്നുണ്ട് എന്നും അപ്പോൾ തിരിച്ചറിയുകയാണ് നമ്മുടെ ജാനകി. പക്ഷെ ദേവയാനി കരൾ തന്ന പെൺകുട്ടി നമ്മുടെ നയനയാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും വല്ലാത്തൊരു ഷോക്കിൽ തന്നെയാണ് ഉള്ളത് നമ്മുടെ ജാനകി. അങ്ങനെ പതുക്കെ അനാമികയിൽ നിന്നും തിരിഞ്ഞു മാറുകയാണ്. ഏതായാലും ഇനി നമ്മുടെ നയനയ്ക്ക് കൂട്ടായിട്ട് ജാനകിയും കൂടി കാണും. ദേവയാനിയെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു ഇളയമ്മയായിട്ട് നമ്മുടെ നയനയുടെ കൂടെ ജാനകിയും ഇനിയുണ്ട്. അപ്പം ജാനകി പതുക്കെ പതുക്കെ സത്യങ്ങൾ അറിഞ്ഞ് ജാനകിയുടെ സ്വഭാവം പഴയ രീതിയിലേക്ക് മാറുന്ന കുറച്ച് ഭാഗങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവയെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടൊരു വിശേഷങ്ങളൊക്കെ ഇനി വരാനിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക. ഓരോ വിശേഷങ്ങളും നമ്മൾ വരാനിരിക്കുന്ന വിശേഷങ്ങളുടെ കിട്ടുന്ന അപ്ഡേറ്റുകൾ അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിക്ക് വരാനിരിക്കുന്ന വിശേഷങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ, കേൾക്കാൻ താല്പര്യമുള്ളവരെ. പിന്നെ ഫുൾ വിശേഷവും നാളത്തെ പ്രമോ വിശേഷവും മാത്രമേ കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ പഴയ ചാനലിൽ പോയാൽ മതി, മെയിൻ ചാനലിൽ പോയാൽ മതി. അതിൽ ഫുൾ വിശേഷം നമ്മൾ എന്നും ഇടുന്നുണ്ട്. രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷവും നയനയുടെയും ആദർശിൻ്റെയും ഫുൾ വിശേഷവും നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് മാത്രം കേൾക്കുക. ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വന്ന് ഇതും കൂടെ കേട്ടോളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് പറയാൻ കാരണം ചിലവർക്ക് താല്പര്യം ഇല്ലല്ലോ നമ്മുടെ ഈ വരുന്ന വിശേഷങ്ങൾ കേൾക്കാൻ, ചിലവർക്ക് താല്പര്യം കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. താല്പര്യമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. കേൾക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ മാറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് എടുത്തു പറയുകയും ചെയ്യുന്നത് നമ്മുടെ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്. ടാറ്റാ, ബൈ ബൈ.